കേരളത്തിലെ ഒരു ചെറിയ പട്ടണം. അവിടെ താമസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് അർജുൻ. വലിയ ജോലിയൊന്നുമില്ല, വലിയ സമ്പാദ്യവുമില്ല. പക്ഷേ ചെറുപ്പം മുതലേ അവൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രയിൽ ചെന്ന് താജ്മഹൽ നേരിട്ടൊന്ന് കാണണം. ടി വിയിൽ കണ്ടിട്ടുണ്ട്, മൊബൈലിൽ കണ്ടിട്ടുണ്ട്, ഫോണുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ താജ്മഹൽ കാണാൻ പോകണം എന്ന് അവൻ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ അതൊരിക്കലും അവനിലേക്ക് വന്നില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ഏകദേശം 5 മണി, അർജുൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അർജുൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഫോൺ എടുത്ത് നോക്കി. ഒരു വാട്സപ്പ് മെസ്സേജാണ്. അപരിചിതമായ ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അവൻ മെസ്സേജ് തുറന്നു നോക്കി. അതിൽ ഒരു സെന്റൻസ് ആണ് ഉണ്ടായിരുന്നത്. അഗർ താജ്മഹൽ ദേഖ്നാ ഹൈ തോ ഇസ് ബാർ ട്രെയിൻ സേ ജാओ. അഗർ താജ്മഹൽ ദേഖ്നാ ഹൈ തോ, താജ്മഹൽ കാണണമെന്നുണ്ടെങ്കിൽ ഇസ് ബാർ, ഇപ്രാവശ്യം, ട്രെയിൻ സേ ജാओ, ട്രെയിനിൽ പോകൂ. അർജുൻ ആ സെന്റൻസ്, ആ ഒരു മെസ്സേജ് ഒരിക്കൽ കൂടി വായിച്ചു. അവൻ ഞെട്ടി. ആരാണ് ഇത് അയച്ചിട്ടുള്ളത്? അവനൊന്നും മനസ്സിലായിട്ടില്ല. ഉടൻ തന്നെ അവന് റീപ്ലൈ ചെയ്തു, ആപ് കോൻ ഹൈ, ആപ് കോൻ ഹൈ. ഇനി നിങ്ങളും പറയുക. നമുക്ക് ഈ ഒരു സെന്റൻസ് ഇത് പഠിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ആപ് കോൻ ഹൈ, താങ്കൾ ആരാണ്? ഒന്നും കൂടി പറഞ്ഞേ, ആപ് കോൻ ഹൈ, താങ്കൾ ആര് ആണ്? അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അതെ, ആപ് കോൻ ഹൈ. ഇനി ഇതിന്റെ അർത്ഥം നോക്കാം. എന്താണ് ആപ് കോൻ ഹൈ എന്ന് പറഞ്ഞാൽ? ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ, ആപ് താങ്കൾ, കോൻ ആര്, ഹൈ ആണ്. ഹേ എന്നതിന്റെ പ്ലൂരൽ രൂപമാണ് ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ ആണ്. ആപ് കോൻ ഹൈ, താങ്കൾ ആരാണ്? ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനിടയിൽ ഇതേപോലെ ഓരോ സെന്റൻസുകൾ നമ്മൾ അതിൻ്റെ സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കത് ഓർമ്മയിൽ നിൽക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. താങ്കൾ എവിടെയാണ്? ആപ് കഹാ ഹൈ, അല്ലേ? ആപ് കോൻ ഹൈ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആര് എന്നുള്ള സ്ഥാനത്ത് എവിടെ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്തായി? താങ്കൾ എവിടെയാണ്? ആപ് കഹാ ഹൈ, ആപ് കഹാ ഹൈ. ഈ രൂപത്തിൽ നമുക്ക് ഹിന്ദി പഠിക്കാൻ പറ്റും. ആ ഒരു സെന്റൻസ് പഠിച്ചു. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് എവിടെ, ആപ് കഹാ ഹൈ. അതേപോലെ കിദർ, കിദർ എന്നുള്ള ഉപയോഗമുണ്ട് കഹ എന്നുള്ള അർത്ഥത്തിന്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ആപ് കിദർ ഹൈ, ആപ് കിദർ ഹൈ. ആപ് കോൻ ഹൈ, താങ്കൾ ആരാണ്? ആപ് കിദർ ഹൈ, താങ്കൾ എവിടെയാണ്? ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആപ് എന്നതിന് ശേഷം അതിനുശേഷം ഒരു ചോദ്യത്തിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, എന്നിട്ട് വാക്കുപയോഗിക്കുക, എന്നിട്ട് ഹൈ എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും കഥയിലേക്ക് കിടക്കാം. അങ്ങനെ അർജുൻ മെസ്സേജ് അയച്ചു, ആപ് കോൻ ഹൈ, താങ്കൾ ആരാണ്? അവൻ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മെസ്സേജിന് റീപ്ലൈ വരുന്നൊന്നും കാത്തു. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഒരു റീപ്ലൈയും കാണുന്നില്ല. അർജുൻ വീണ്ടും മെസ്സേജ് അയച്ചു. ഇത്തവണ കുറച്ച് സീരിയസ് ആയിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്താന്നല്ലേ? ആപ്കോ മേരാ നമ്പർ കഹാൻ സെ മില, ആപ്കോ, താങ്കൾക്ക്, മേരാ നമ്പർ, എൻ്റെ നമ്പർ, കഹാൻ സെ, എവിടെ നിന്ന് കിട്ടി, മില. ഇത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, അല്ലേ? ആദ്യം മുഴുവൻ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ആപ്കോ മേരാ നമ്പർ കഹാൻ സെ മില, താങ്കൾക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി. കഹാ, ഇവിടെ, സെ, നിന്ന്, മില, കിട്ടി. ആപ്കോ മേരാ നമ്പർ കഹാൻ സെ മില. ഇനി നമുക്ക് വേർഡ് ബൈ വേർഡ് ഒന്ന് നോക്കാം. ആപ്കോ, താങ്കൾക്ക്, മുജ്കോ, എനിക്ക്, ആപ്കോ, താങ്കൾക്ക്, മേര, എൻ്റെ, ആപ്ക, തുമാര, മേര, എൻ്റെ, നമ്പർ, നമ്പർ, കഹാ സെ, എവിടെ നിന്ന്, കഹാ സെ, എവിടെ നിന്ന്, മില, കിട്ടി.
മിൽന കിട്ടുക, മില കിട്ടി. അപ്പോൾ ആപ്കോ മേര നമ്പർ കഹാ സെ മില, താങ്കൾക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി, അതായത് താങ്കൾക്ക് എൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്. ഇനി ഇതേ പാറ്റേണിൽ നമുക്ക് വേറൊരു സെൻറ്റൻസ് കൂടി നോക്കാം. എൻ്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അതെങ്ങനെ ചോദിക്കും? ആപ്കോ മേരാ നാം കഹാ സെ മില, ആപ്കോ മേരാ നാം കഹാ സെ മില. ഒന്ന് പറഞ്ഞു നോക്കിയേ. ആപ്കോ മേരാ നാം കഹാ സെ മില, താങ്കൾക്ക് എൻ്റെ പേര് എവിടെ നിന്ന് കിട്ടി. ആപ്കോ മേരാ നാം കഹാ സെ മില, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആപ്കോ മേരാ നാം കഹാ സെ മില. ആദ്യ സെൻറ്റൻസിൽ ആപ്കോ മേരാ നമ്പർ കഹാ സെ മില, താങ്കൾക്ക് എൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്. രണ്ടാമത്തത് ആപ്കോ മേരാ നാം കഹാ സെ മില, താങ്കൾക്ക് എൻ്റെ പേര് എവിടുന്ന് കിട്ടി. അപ്പോൾ നമ്പർ എന്നുള്ള സ്ഥാനത്ത് അത് മാറ്റിയിട്ട് നാം എന്നാക്കി. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് പഠിച്ചാൽ ഒരുപാട് സെൻറ്റൻസ് ഈ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ അർജുൻ മെസ്സേജ് അയച്ചു. വീണ്ടും മറുപടി ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ മെസ്സേജ് അയച്ചു, അതിനും മറുപടി ഒന്നും കിട്ടിയില്ല. അവൻ ഫോൺ താഴെ വെച്ച് ചിന്തിക്കാൻ തുടങ്ങി, ആരായിരിക്കും ഇത്. അവൻ വീണ്ടും ആ നമ്പർ ഒന്ന് നോക്കി, പ്രൊഫൈലിൽ പോയി നോക്കി. അവിടെ പേര് കാണുന്നില്ല, DP ഇല്ല, എബൌട്ട് ഇല്ല, ഒരു ഡീറ്റെയിലും അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അർജുൻ ഫോൺ മേശപ്പുറത്ത് വെച്ച് വീണ്ടും കിടന്നു. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വീണ്ടും റിങ് ചെയ്തു. അതെ, വീണ്ടും മെസ്സേജ് വന്നിരിക്കുന്നു. അർജുൻ പെട്ടെന്ന് ഫോൺ എടുത്തു. അതേ നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇത്തവണ മെസ്സേജ് വളരെ ചെറുതായിരുന്നു. ആജ് രാത് കി ട്രെയിൻ മത് ചോഡ്ന, ഇന്ന് രാത്രിയിലെ ട്രെയിൻ നഷ്ടപ്പെടുത്തരുത്. ആജ് രാത് കി ട്രെയിൻ മത് ചോഡ്ന, ഇന്ന് രാത്രിയത്തെ ട്രെയിൻ നഷ്ടപ്പെടുത്തരുത്. ആജ് രാത് കി ട്രെയിൻ മത് ചോഡ്ന, ആജ് രാത് കി ട്രെയിൻ മത് ചോഡ്ന, ഇന്ന് രാത്രിയിലെ ട്രെയിൻ നഷ്ടപ്പെടുത്തരുത്. അർജുൻ ഞെട്ടിത്തിരിച്ചുപോയി. കാരണം അയാൾക്ക് അർജുനൻ്റെ താജ്മഹൽ കാണാനുള്ള ആഗ്രഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുന്നത്? അതുമാത്രമല്ല, ഇന്ന് രാത്രി അർജുൻ എടുക്കാൻ പോകുന്ന ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് അയാൾക്ക് എങ്ങനെ അറിയാം? അർജുൻ പതുക്കെ ഫോൺ താഴെ വെച്ചു. അപ്പോഴാണ് അവൻ്റെ മുറിയുടെ വാതിൽ ആരോ മുട്ടുന്നത്. അവൻ ഡോറ് തുറന്നു നോക്കി. അത് അമ്മയായിരുന്നു. അമ്മ അകത്തേക്ക് കടന്നു വന്നു. ചോദിച്ചു, അർജുൻ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? അർജുൻ ഫോൺ അമ്മയെ കാണിച്ചു. അമ്മ മെസ്സേജ് വായിച്ചു. അമ്മ ചോദിച്ചു, ഇത് ആരാണ് ഈ മെസ്സേജ് അയച്ചത്? അർജുൻ പറഞ്ഞു, മുझे नहीं पता, എനിക്കറിയില്ല. നമുക്ക് ഈ ഒരു സെന്റൻസ് കൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. മുझे नहीं पता, मुझे नहीं पता, मुझे नहीं पता, എനിക്കറിയില്ല, എനിക്കറിയില്ല. മുझे എനിക്ക്, നെഹി ഇല്ല അല്ലെങ്കിൽ അല്ല, പത്ത ഹോന അറിയുക, പത്ത അറിവ്. അപ്പോൾ മുझे പത്ത നെഹി, എനിക്കറിവില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. നമുക്കറിയാത്ത ഏതെങ്കിലും സംഗതിയെക്കുറിച്ച് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം, മുझे നെഹി പത്ത, എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കറിയില്ലെങ്കിൽ പറയാം, മുझे നെഹി പത്ത. അപ്പോൾ ഈ ബസ് എവിടേക്കാണ് പോകുന്നത്? മുझे നെഹി പത്ത, എനിക്കറിയില്ല. അവൻ എപ്പോൾ വരും ഇങ്ങനെ ചോദിച്ചാലോ? അറിയില്ല, മുझे നെഹി പത്ത, മുझे നെഹി പത്ത. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പല സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മുझे നെഹി പത്ത, എനിക്ക് അറിയില്ല. അങ്ങനെ നമുക്ക് വീണ്ടും കഥയിലേക്ക് കിടക്കാം. അങ്ങനെ അമ്മ അർജുനനെ നോക്കി പറഞ്ഞു, അറിയാത്ത ഒരാളുടെ മെസ്സേജ് കണ്ടുകൊണ്ട് നീ എവിടേക്കാണ് പോകാൻ നോക്കുന്നത്? അർജുൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, മാ മുझे താജ്മഹൽ ദേഖ്നാ ഹൈ, മാ മുझे താജ്മഹൽ ദേഖ്നാ ഹൈ. അമ്മ, എനിക്ക് താജ്മഹൽ കാണണം. അമ്മേ, എനിക്ക് താജ്മഹൽ കാണണം.
അമ്മ അവനെ കുറച്ചു നേരം നോക്കി. അർജുൻ ഒരു തീരുമാനമെടുത്തു. ഈ യാത്ര പോകണം. എന്തു തന്നെ ആയാലും ആഗ്ര പോയി താജ്മഹൽ കാണണം. പക്ഷെ അവൻ അറിയില്ലായിരുന്നു ഈ യാത്ര വെറും താജ്മഹൽ കാണാനുള്ള യാത്രയല്ലെന്ന്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്കുള്ള യാത്രയാണിതെന്ന്. ഡേ 1 ഇവിടെ സമാപിക്കുന്നു. പക്ഷെ നാളെ അടുത്ത എപ്പിസോഡിൽ അർജുൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, ടിക്കറ്റ് എടുക്കുന്നു, ട്രെയിനിൽ കയറുന്നു, തൻ്റെ സീറ്റ് കണ്ടെത്തി. പക്ഷേ അവൻ്റെ സീറ്റിൽ ഇതിനകം ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ അയാളോട് ചോദിക്കുന്നു, ആപ് മേരി സീറ്റ് പർ ബൈഠേ ഹെ? താങ്കൾ എൻ്റെ സീറ്റിൽ ഇരിക്കുകയാണോ? ആപ് മേരി സീറ്റ് പർ ബൈഠേ ഹെ? താങ്കൾ എൻ്റെ സീറ്റിൽ ഇരിക്കുകയാണോ? പക്ഷെ ആ മനുഷ്യൻ അർജുനനെ നോക്കി പറയുന്ന ഒരു മറുപടി ഉണ്ട്. അത് കേട്ടപ്പോൾ അർജുൻ ശരിക്കും ഞെട്ടി. ഇത് നമുക്ക് എപ്പിസോഡ് 2 കാണാം. വെയിറ്റ് ചെയ്യുക, കാണുക. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായി കഥ കേട്ടുകൊണ്ട് ഹിന്ദി പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഹിന്ദി ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ വീഡിയോയ്ക്ക് താഴെ ഹിന്ദി എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ധന്യവാദ്.